Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 2 and 3 വായിക്കുമ്പോൾ അവിടെ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യനെ കാണുവാൻ കഴിയും. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് വന്ന് അവനെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ജീസസ് reached out his hand and touched the man. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ തൊടുന്ന ഒരു ടൈമാണ്. ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് ഒരു റിജക്റ്റഡ് പേഴ്സണാണ്. എല്ലാവരാലും തള്ളപ്പെട്ട്, വീട്ടിൽ നിന്ന് തള്ളപ്പെട്ട്, സമൂഹത്തിൽ എവിടെ ചെന്നാലും ആരും അടുത്തു വരാതെ തള്ളിക്കളയപ്പെട്ട ഒരു വ്യക്തി. ജീവിതം മുഴുവനും നിരാശ, വേദന, ആരോടും ഒന്നും പറയാൻ പറ്റാത്ത ഒറ്റപ്പെട്ട സാഹചര്യം. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നു. ആരും തൊടാത്ത ഒരു മനുഷ്യനെ എൻ്റെ യേശു തൊടുകയാണ്. ഒരു അൺടച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ, ആർക്കും തൊടാൻ പറ്റാത്ത ഒരു വ്യക്തിയെ യേശു തൻ്റെ കൈ നീട്ടി തൊടുകയും അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ മാറുകയാണ്. അവൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവൻ തള്ളപ്പെട്ടു. പക്ഷെ യേശു അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ രോഗത്തിന് സൗഖ്യം വന്നു. അവൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് അവനെ റീസ്റ്റോർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം എത്ര അൺടച്ചബിൾ നിലയിലാണെങ്കിലും ദൈവത്തിൻ്റെ തൊടിയിൽ നമുക്ക് മാറ്റം വരുത്തും. നമ്മുടെ ദൈവം ദൂരത്ത് നിൽക്കുന്ന ഒരു ദൈവമല്ല. വിശ്വാസത്തോടെ നാം അടുത്തിയെന്നാൽ അവൻ നമ്മളെ സൗഖ്യമാക്കും. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ സൗഖ്യമില്ലാതിരിക്കുന്നത്, മുറിവേറ്റിരിക്കുന്നത്, റിജക്റ്റഡ് മേഖലയിൽ ഇരിക്കുന്നത്, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമാക്കുകയും നിങ്ങളെ റിജക്റ്റ് ചെയ്ത സമൂഹത്തിലേക്ക് റീസ്റ്റോർ ചെയ്ത് ദൈവം നിങ്ങളെ കൂട്ടിച്ചേർക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സൗന്ദര്യം, നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട ഇൻഹെറിറ്റൻസ്, അവകാശങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പോകും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം വലിയൊരു അനുഗ്രഹത്തിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ്. നിന്നെ തളർത്തുന്നവരുടെ മുൻപിൽ, തകർത്തവരുടെ മുൻപിൽ സ്വർഗം നിന്നെ മാനിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടാൻ പോകും. ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തിയെയും കർത്താവ് തൊടാൻ പോകും. നിന്റെ ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കപ്പെടും. അവസ്ഥകൾക്കും സ്ഥിതികൾക്കും ഭയങ്കര മാറ്റം സംഭവിക്കാൻ പോകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ തൊടിയിൽ നിങ്ങളുടെ ജീവിതത്തെ റീസ്റ്റോർ ചെയ്ത് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കും അനുഗ്രഹത്തിലേക്കും ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്ന തൊടിയിലാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ ഒരു വലിയ വിടുതൽ എൻ്റെ ഡാഡി കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരം, അവരുടെ രോഗം, അവരുടെ ജീവിതത്തിലെ റിജക്റ്റഡ് ആക്കപ്പെട്ട സാഹചര്യങ്ങൾ
എല്ലാ ഏരിയാസിലും അങ്ങയുടെ കരം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വലിയൊരത്ഭുതം ചെയ്യണം, അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നഷ്ടത്തിലും കഷ്ടത്തിലും കടഭാരത്തിലും തകർച്ചയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സാഹചര്യങ്ങളിലായിരിക്കുന്നവരുടെ മേലും എല്ലാം യേശുവിൻ്റെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു റീസ്റ്റോർ ചെയ്യുന്ന ഒരു സമയം നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട സ്നേഹബന്ധങ്ങൾ ദൈവം മടക്കി തരാമോ? എത്ര വർഷം അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു, കുടുംബത്തിൽ തമ്മിൽ മിണ്ടാതിരുന്നു, തലമുറയെക്കുറിച്ചുള്ള ഭാരം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈമിൽ ഉണ്ടായ തലമുറയുടെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങൾ, തലമുറയുടെ മേലുള്ള കേസുകൾ, തലമുറയുടെ മേലുള്ള ഡ്രഗ്സ് അഡിക്റ്റ് ആയിരിക്കുന്ന സംഭവങ്ങൾ, എല്ലാറ്റിനകത്തും ദൈവം ഒരു വലിയ വിടുതൽ കൽപ്പിക്കുന്നു. തലമുറയിൽ ചില ആകാത്ത ബന്ധങ്ങൾ വന്നത് നിമിത്തം ഉണ്ടായിരിക്കുന്ന ചില തകർച്ചകൾ, ഇതിനകത്തെല്ലാം കർത്താവ് ഒരു വിടുതൽ കൊടുക്കണമേ. അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ കരം ഇന്ന് നിങ്ങളെ തൊട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു.